9th ഓൺ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 16ാമത്തെ ക്വസ്റ്റ്യൻ വരെയുള്ള ആൻസേഴ്സ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ 17 തൊട്ട് 26 വരെയുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 17ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഓഫ് 2 numbers, 13 added to a number gives twice the second number. 7 added to the second number gives twice the first number. ഫസ്റ്റ് നമ്പർ എക്സ് എന്നും സെക്കൻഡ് നമ്പർ വൈ എന്നും എടുത്തു. ഞാൻ ആദ്യത്തെ നമ്പറിൻ്റെ കൂടെ 13 ആഡ് ചെയ്യുന്നത് രണ്ടാമത്തെ നമ്പറിൻ്റെ ഇരട്ടിയാണ്, അതായത് x + 13 = 2y ആണ്. ഈ ഇക്വേഷന് ഞാൻ 2y - x = 13 എഴുതി. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. അടുത്ത എന്താ, സെക്കൻഡ് നമ്പറിൻ്റെ കൂടെ 7 ആഡ് ചെയ്തപ്പോൾ കിട്ടുന്നത് ഫസ്റ്റ് നമ്പറിൻ്റെ ട്വൈസ് ആണ്, അതായത് y + 7 = 2x ആണ്. y - 2x = -7 എഴുതാമല്ലോ. ഇവിടെ 2y - x = 13, അതുപോലെ y - 2x = -7. ഇവിടെ വൈയുടെ കോഎഫിഷ്യൻറ്റ് 2 ആണ്, ഇവിടെ 1 ആണ്. നമുക്കിതിനെ ഇവിടെയും വൈയുടെ കോഎഫിഷ്യൻറ്റ് എന്താക്കണം, 2 ആക്കണം. അതിന് ഞാൻ സെക്കൻഡ് ഇക്വേഷനെ മൊത്തത്തിൽ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. എന്ത് കിട്ടും, 2y - 4x = -14 എന്ന് കിട്ടും. ഇവിടെ ഒരു ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. എന്താണ്, 2y - x = 13. 2y - x = 13. ഇവിടെ 2y 2y ക്യാൻസലായി പോകണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഈ രണ്ട് ഇക്വേഷൻസിനെ മൈനസ് ചെയ്യണം. -14 - 13 എന്തായിരിക്കും ആൻസർ, രണ്ടും മൈനസ് അല്ലേ, ആഡ് ചെയ്തിട്ട് മൈനസ് സിമ്പൽ കൊടുക്കണം. എന്ത് കിട്ടും, -27 കിട്ടും. ഈക്വൽ ടു -4x - -x, രണ്ട് മൈനസ് വരുന്നില്ലേ, ഇവിടെ എന്താവും, പ്ലസ് ആവും. -4x + x എന്നാവും. എന്താണ് -4x + x, -3x ആണ്. 2y 2y ക്യാൻസലായിപ്പോയി. -3x = 27, അതായത് 3x = 27. രണ്ടിടത്ത് മൈനസ് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തു, മൈനസ് കട്ട് ചെയ്ത് കളഞ്ഞു. x = 27/3 = 9. എക്സിൻ്റെ വാല്യൂ എന്താണെന്ന് കിട്ടി, നമുക്ക് 7 ആണെന്ന് കിട്ടി. y + 7 = 2x ആണെന്ന് നമുക്കറിയാമല്ലോ. y + 7 = 2 × x, അതായത് 2 × 9 18. y കിട്ടാൻ എന്ത് ചെയ്താൽ മതി, 18 നിന്ന് 7 മൈനസ് ചെയ്താൽ മതി. ആൻഡ് എന്ത് കിട്ടും, 18 - 7 = 11. എക്സിൻ്റെ വാല്യൂ 9ഉം വൈയുടെ വാല്യൂ എന്താണ്, 11 ആണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇൻ ദി ട്രയാങ്കിൾ ABC, BC പാരലൽ ടു DE, AB = 9 cm, AD = 3 cm ആൻഡ് AC is 6 cm. നമുക്ക് AD ഈസ് AB കണ്ടുപിടിക്കണം, AE ഈസ് AC കണ്ടുപിടിക്കണം, അതുപോലെ AEയുടെയും ECയുടെയും ലെങ്ത്തും കണ്ടുപിടിക്കണം. നമുക്ക് എന്തൊക്കെ ക്ലൂ തന്നിട്ടുണ്ട്, ABയുടെ ലെങ്ത്ത് മൊത്തം 9 cm ആണ്, AB = 9 തന്നിട്ടുണ്ട്. അതുപോലെ AD എന്ന് പറയുന്നത് 3 cm ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ BD എന്തായിരിക്കും, 6 cm ആയിരിക്കത്തില്ലേ. അത് AD ഈസ് BD എന്നുള്ള എന്ത് കിട്ടും, 3:6 ആണ്, അതായത് 1:2 ആണ്. അതുപോലെ എന്ത് പറഞ്ഞിട്ടുണ്ട്, DE പാരലൽ ടു BC ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. DE പാരലൽ ടു BCയും DEയും പാരലലാണ്. അതുപോലെ AD BD എന്നുള്ളത് 1:2 ആണ്. അങ്ങനെയാണെങ്കിൽ AE ECയും എന്ത് തന്നെ ആയിരിക്കും, 1:2 തന്നെ ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടില്ലേ, രണ്ടോ അതിലധികമോ പാരലൽ ലൈൻസ് ഒരു ലൈനെ കട്ട് ചെയ്യുന്ന റേഷ്യോയിൽ തന്നെ ആയിരിക്കും ഏതൊരു ലൈനെയും കട്ട് ചെയ്യുന്നത്. ABയെ കട്ട് ചെയ്തത് 1:2 എന്നുള്ള റേഷ്യോയിലായതുകൊണ്ട് ഇവിടെ ACയെ എന്തായിരിക്കും, 1:2 എന്നുള്ള റേഷ്യോയിലായിരിക്കും കട്ട് ചെയ്യുന്നത്. ആൻസർ കിട്ടില്ല. AD AB എന്ന് പറയുന്നത് എന്താണ്, 1:2 ആണ്. അതുപോലെ AE AC എന്താണ്, 1:2 ആണ്. ഇനി AEയുടെയും ECയുടെയും ലെങ്ത്ത് കണ്ടുപിടിക്കണം. AC മൊത്തം 6 cm ആണ് തന്നിട്ടുണ്ട്. AC എന്താണ്, 6 ആണ്. അരം AE എന്തായിരിക്കും, 6 × 1/3, 1:2 അല്ലേ, 1 + 2 എന്താണ്, 3. ആ താഴെ കൊടുത്തു. എന്ത് കിട്ടും, 2 cm എന്ന് കിട്ടും. ഇനി EC എന്താണ്, 6 × 2/3 എന്തായിരിക്കും ആൻസർ, 2 × 2 4 cm. AEയുടെ ലെങ്ത്ത് 2 cm, ECയുടെ ലെങ്ത്ത് 4 cm ആണ്.
19ാമത്തെ ക്വസ്റ്റ്യന് ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. 2 പാർട്ടുണ്ട് ക്വസ്റ്റ്യൻസ്. ഇതിലേതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. 2 times a number added to 3 times another number gives 52. 6 times of the first number added to 5 times of the second number gives 108. 2 നമ്പേഴ്സ് എക്സ് എന്നും വൈ എന്നും എടുക്കാം. എന്തൊക്കെ തന്നിട്ടുണ്ട്? 2 times the first number added to 3 times the second number എന്ത് കിട്ടും? 52. അതുപോലെ 6 times the first number added to 5 times the second number gives 108. ഇവിടെ ഏതിൻ്റെങ്കിലും ഒരെണ്ണത്തിൻ്റെ കോഎഫിഷ്യൻറ്റ് സെയിം ആക്കണ്ടേ? ഇവിടെ നമുക്ക് 6 ആക്കാം. 6x ആക്കിക്കൂടെ? എന്ത് ചെയ്താൽ മതി? ഇവിടെ 2 ആയതുകൊണ്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആൻസർ എന്ത് കിട്ടും? 6x പ്ലസ് 3 × 3 9y ഈക്വൽ ടു 156 എന്ന് കിട്ടും. രണ്ടിടവും 6x ആയില്ലേ? ഈ 2 ഇക്വേഷൻസ് തമ്മിൽ കുറച്ചാൽ പോരെ? ഇതല്ലേ വലിയ ഇക്വേഷൻ. അതിൽ നിന്ന് നമുക്ക് ഈ മുകളിൽ കിടക്കുന്ന ഇക്വേഷൻ കുറയ്ക്കാം. ഒന്നുകൂടെ എടുത്ത് എഴുതുവാണ്. എത്ര കിട്ടും ആൻസർ? 156 108 മൈനസ് നമുക്ക് 48 എന്ന് കിട്ടും. ഈക്വൽ ടു 9y മൈനസ് 5y ഈക്വൽ ടു 4y. 6x മൈനസ് 6x 0. 4y ആണ് 48. അങ്ങനെയാണെങ്കിൽ y എന്തായിരിക്കും? 48/4 ആയിരിക്കും. y ഈക്വൽ ടു 48/4. ആൻസർ എത്ര? 12 ആണ്. വൈയുടെ വാല്യൂ നമുക്ക് എന്തെന്ന് കിട്ടി? 12 എന്ന് കിട്ടി. ഇനി ഏതെങ്കിലും ഒരു ഇക്വേഷനകത്ത് വൈയുടെ വാല്യൂ ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ആദ്യത്തെ ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കാം. 2x + 3y ഈക്വൽ ടു 52 അല്ലേ? അന്നേരം 2x ഈക്വൽ ടു 52 മൈനസ് 3y അല്ലേ? അതായത് 52 മൈനസ് 3 × 12 ദാറ്റ് ഈസ് 36. 52 മൈനസ് 36 എന്നുള്ളത് 16 എന്ന് കിട്ടും. അന്നേരം എക്സിൻ്റെ വാല്യൂ എന്താ? 16/2 അതായത് 8. എക്സ് 8 ആണ്, y 12 ആണ്. ഈ എന്താണെന്ന് നോക്കാം. എ ഫ്രാക്ഷൻ സിംപ്ലിഫൈഡ് ആഫ്റ്റർ ആഡിങ് 1 ടു ഇറ്റ്സ് ന്യൂമറേറ്റർ ബിക്കംസ് 1/5. ഒരു ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററിൻ്റെ കൂടെ, അതായത് അംശത്തിൻ്റെ കൂടെ 1 ആഡ് ചെയ്തിട്ട് അതിന് സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1/5 എന്ന് കിട്ടി. അതുപോലെ 1 ആഡഡ് ടു ഡിനോമിനേറ്റർ ആൻഡ് ദെൻ സിംപ്ലിഫൈഡ് ഇറ്റ് ബിക്കംസ് 1/6. ഇനി ഡിനോമിനേറ്ററിൻ്റെ കൂടെ 1 ആഡ് ചെയ്തു, അതായത് ഛേദത്തിൻ്റെ കൂടെ 1 ആഡ് ചെയ്തിട്ട് ആ ഒരു ഫ്രാക്ഷനെ സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1/6 കിട്ടി. ആ ഫ്രാക്ഷൻ എന്താണ്? ഫ്രാക്ഷനെ ഞാൻ x/y എന്നെടുത്തു. എക്സ് ന്യൂമറേറ്ററാണ്, y ഡിനോമിനേറ്ററാണ്. എന്ത് പറഞ്ഞേക്കുന്നേ? ന്യൂമറേറ്ററിൻ്റെ കൂടെ 1 ആഡ് ചെയ്തു, സിംപ്ലിഫൈ ചെയ്തപ്പം 1/5 എന്ന് കിട്ടി. ഈ ഇക്വേഷനെ ക്രോസ് ചെയ്യാലോ. 5 × x + 1 ഈക്വൽ ടു y എന്ന് കിട്ടി. 5x + 5 ഈക്വൽ ടു y. അതായത് 5x മൈനസ് y ഈക്വൽ ടു -5. ഇത് ഇക്വേഷൻ നമ്പർ 1. ഇനി എന്ത് പറഞ്ഞേക്കുന്നത്? ഡിനോമിനേറ്ററിൻ്റെ കൂടെ 1 ആഡ് ചെയ്തു, സിംപ്ലിഫൈ ചെയ്തു, എന്ത് കിട്ടി? 1/6 കിട്ടി. ഈ ഇക്വേഷനെ ഇതുപോലെ ക്രോസ് ചെയ്യാം. 6x ഈക്വൽ ടു y + 1 എന്ന് കിട്ടും. അതായത് 6x മൈനസ് y ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇത് ഇക്വേഷൻ നമ്പർ 2. ആദ്യ ഇക്വേഷൻ എന്തായിരുന്നു? 5x മൈനസ് y ഈക്വൽ ടു -5 അല്ലേ? രണ്ടിടം എന്തുണ്ട്? -y ഇല്ലേ? അരികെ 2 ഇക്വേഷൻസ് മൈനസ് ചെയ്താൽ എന്ത് ചെയ്യും? y ക്യാൻസൽ ആയി പോവും. നമുക്ക് ഈ 2 ഇക്വേഷൻസ് മൈനസ് ചെയ്യാം. 1 മൈനസ് -5 അതായത് 1 + 5 6 എന്ന് കിട്ടും. -y + y എന്നുള്ള എന്തായിപ്പോയി? 0 ആയിപ്പോയി. അല്ലെങ്കിൽ -y മൈനസും പ്ലസ് ആദ്യം -y + y എന്തായി? 0 ആയിപ്പോയി. 6x മൈനസ് 5x എന്നുള്ള എന്ത് കിട്ടും? x എന്ന് കിട്ടും. എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? അന്നേരം 6 എന്ന് കിട്ടി. ഇനി ഏതൊരു ഇക്വേഷൻ അതിട്ട് കൊടുത്താൽ പോരെ? 6x മൈനസ് y ഈക്വൽ ടു 1 അല്ലായിരുന്നു? അരം 6x അതായത് 36 മൈനസ് y ആണ് എന്ത്? 1. അരെ y കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 36 മൈനസ് 1 ആണ് y. അരെ y എന്താണ്? 36 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 35 ആണ്. വൈയുടെ വാല്യൂ 35 ആണ്. എക്സിൻ്റെ വാല്യൂ 6 ആണ്. അരെ എന്താണ് നമ്മുടെ ഫ്രാക്ഷൻ? x/y അല്ലായിരുന്നോ ഫ്രാക്ഷൻ? ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 6/35. 20ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. 20ാമത്തെ ക്വസ്റ്റ്യനും ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം.
All sides of the quadrilateral ABCD are equal and its two corners are joined to the midpoints of sides ABCD. ABCD എന്ന് പറയുന്നൊരു ക്വാഡ്രിലാറ്ററലിൻ്റെ എല്ലാ സൈഡ്സും എന്താണ്? ഈക്വൽ ആണ്. അതുപോലെ AF എ എന്നുള്ള കോർണറിൽ നിന്ന് DC-യുടെ മിഡ് പോയിൻറ്റിലോട്ടുള്ള ലൈനാണ് AF. അതുപോലെ C എന്നുള്ള കോർണറിൽ നിന്ന് AB-യുടെ മിഡ് പോയിൻറ്റിലോട്ടുള്ള ലൈനാണ് CE. AB-യുടെ മിഡ് പോയിൻ്റ് ആണ് E, അതുപോലെ CD-യുടെ മിഡ് പോയിൻ്റ് ആണ് F. പ്രൂവ് ദാറ്റ് ദി ലൈൻസ് AF ആൻഡ് EC ആർ പാരലൽ. AFും ECയും പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതുപോലെ പ്രൂവ് ദാറ്റ് ദീസ് ലൈൻസ് ഡിവൈഡ് ദി ഡയഗണൽ BD ഇൻറ്റു 3 ഈക്വൽ പാർട്സ്. BD എന്നുള്ള ലൈനിനെ അല്ലെങ്കിൽ ഡയഗണലിലെ 3 ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഇതും ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യുന്നത് നോക്കാം. യും CD-യും എന്താണ്? ഈക്വൽ ആണ്. AB ഈക്വൽ ടു CD. അങ്ങനെയാണെങ്കിൽ AB-യുടെ ഹാഫും CD-യുടെ ഹാഫും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കത്തില്ലേ? AB-യുടെ ഹാഫും CD-യുടെ ഹാഫും ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ AEയും CFും ഈക്വൽ ആണെന്ന് പറഞ്ഞുകൂടെ? കാരണം AB-യുടെ പകുതിയാണ് AE അല്ലേ? E എന്താണ്? AB-യുടെ മിഡ് പോയിൻ്റ് ആണ്. അത് AB-യുടെ പകുതിയാണ് AE, അതുപോലെ CD-യുടെ പകുതിയാണ് CF. അത് രണ്ടും ഈക്വലായി. കാരണം E യും Fഉം എന്താണ്? ആ രണ്ട് ലൈൻസിൻ്റെ മിഡ് പോയിൻറ്റ്സ് ആണ്. ഇനി നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ ABDയും ട്രയാങ്കിൾ BDCയും കൺസിഡർ ചെയ്യുന്നു. ഈ ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ 4 സൈഡ്സും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ABDയും ഈക്വൽ ആണ്, അതുപോലെ BDCയിൽ BCയും CD-യും ഈക്വൽ ആണ്. ഇത് രണ്ടും എന്താണ്? ഐസോസിലസ് ട്രയാങ്കിൾസ് ആണ്. നമുക്ക് എങ്ങനെ എഴുതാം? AB ഈക്വൽ ടു CD എന്നും അതുപോലെ AD ഈക്വൽ ടു BC എന്നും എഴുതാമല്ലോ. കാരണം എല്ലാ സൈഡ്സും എന്താണ്? ഈക്വൽ ആണ്. ഇനി BD എന്നുള്ള എന്താണ്? ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും കോമൺ സൈഡാണ്. ഈ രണ്ട് ട്രയാങ്കിൾസ് എടുക്കുമ്പോൾ അതിൻ്റെ 3 സൈഡ്സും എന്തായിട്ട് കിട്ടി? നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടി. 3 സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ എന്തൊരു ട്രയാങ്കിളാണ്? ഈക്വൽ ട്രയാങ്കിൾസ് ആണ് അല്ലേ? ഇനി ഈക്വൽ ട്രയാങ്കിൾസിൻ്റെ ഈക്വൽ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നമ്മൾ ADയും BCയും ഈക്വൽ ആണ് എടുത്തില്ലേ? ADയുടെ ഓപ്പോസിറ്റുള്ള ആംഗിൾ എന്താണ്? ആംഗിൾ ABD ആണ്. അതുപോലെ BCയുടെ ഓപ്പോസിറ്റുള്ള ആംഗിൾ എന്താണ്? ആംഗിൾ BDC ആണ്. ആംഗിൾ ABDയും ആംഗിൾ BDCയും എന്തായി? ഈക്വലായി. ആംഗിൾസ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും എന്തൊരു ആംഗിൾസാണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ് അല്ലേ? ABയും CD-യും എന്തായിരിക്കും? പാരലലായിരിക്കും. ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ടാണ് ABയും CD-യും എന്തായത്? പാരലലായത്. കാരണം ഈ രണ്ട് ആംഗിൾസ് എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. CD-യും പാരലലാണെങ്കിൽ AEയും FCയും പാരലലായിരിക്കത്തില്ലേ? AE പാരലൽ ടു FC എന്ന് കിട്ടി. നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തു AE ഈക്വൽ ടു FC ആണ്. AE ഈക്വൽ ടു FC ആണ്. AE പാരലൽ ടു FC ആണ്. അങ്ങനെയാണെങ്കിൽ AECF എന്നുള്ള ഒരു ക്വാഡ്രിലാറ്ററൽ കൺസിഡർ ചെയ്യുമ്പം ഇതെന്താണ്? ഒരു പാരലലോഗ്രാം ആണ് അല്ലേ? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലുമാണ് പാരലലുമാണ്. അങ്ങനെയാണെങ്കിൽ AECF എന്താണ്? ഒരു പാരലലോഗ്രാം ആണ്. പാരലലോഗ്രാം ആകുമ്പം അതിൻ്റെ ഓരോ ജോഡി ഓപ്പോസിറ്റ് സൈഡ്സും എന്തായിരിക്കും? പാരലലായിരിക്കും. AEയും CFും പാരലലാണ്. അതുപോലെ AFും ECയും എന്ത് തന്നെ ആയിരിക്കും? പാരലലായിരിക്കും. ഇതായിരിക്കും നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള ഇതല്ലായിരുന്നോ? സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. പ്രൂവ് ദാറ്റ് ദീസ് ലൈൻസ് ഡിവൈഡ് ദി ഡയഗണൽ BD ഇൻറ്റു 3 ഈക്വൽ പാർട്സ്. ഈ രണ്ട് ലൈൻസ്, അതായത് ഈ രണ്ട് പാരലൽ ലൈൻസ് AFും ECയും BD എന്നുള്ള ഡയഗണലിലെ 3 ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെന്നും കൂടെ പ്രൂവ് ചെയ്യണം. കൺസിഡർ ട്രയാങ്കിൾ CDH. CDH എന്നുള്ള ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പം AFും ECയും പാരലാണ്. നമുക്കറിയാം, നമ്മൾ പ്രൂവ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ GFും HCയും പാരലായിരിക്കത്തില്ലേ? സെയിം ലൈനല്ലേ? AFും ECയും തന്നെ. AFിൻ്റെ ECയുടെയും പാർട്ട് തന്നെയല്ലേ GFും HCയും? അതും എന്തായിരിക്കും? പാരലലായിരിക്കും. അതുപോലെ F എന്താണെന്ന് നമുക്കറിയാം. F ഈസ് ദി മിഡ് പോയിൻ്റ് ഓഫ് DC. F DCയുടെ മിഡ് പോയിൻ്റ് ആണ്. അതുപോലെ GFും HCയും പാരലലാണ്. നമ്മളൊരു തിയറം പഠിച്ചിട്ടില്ലേ? ഒരു ട്രയാങ്കിളിൽ
മൂന്നാമത്തെ സൈഡിന് പാരലലും അതുപോലെ ഒരു സൈഡിൻ്റെ മിഡ് പോയിൻറ്റിലൂടെയും കടന്നു പോകുന്ന ലൈൻ മറ്റേ സൈഡിൻ്റെ മിഡ് പോയിൻറ്റിൽ കൂടെ തന്നെ ആയിരിക്കും കടന്നു പോകുന്നത്. അന്നേരം ജി എഫ് എന്നുള്ളത് സി എച്ചിന് പാരലലുമാണ്, എഫ് എന്ന് പറയുന്നത് ഡി സിയുടെ മിഡ് പോയിൻറ്റും ആണെങ്കിൽ ജി എന്തായിരിക്കും? ഡി എച്ചിൻ്റെ മിഡ് പോയിൻ്റ് ആയിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഡി ജി ഈക്വൽ ടു ജി എച്ച് എന്ന് എനിക്ക് എഴുതിക്കൂടെ? മിഡ് പോയിൻ്റ് അല്ലേ? അന്നേരം അത് രണ്ട് ഈക്വൽ ആകത്തില്ലേ? ഇത് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി നമ്മൾ അടുത്ത ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുവാണ്. കൺസിഡർ ട്രയാങ്കിൾ എ ബി ജി. ഇവിടെയും സെയിം ഐഡിയ ആണ് പറയുന്നത്. എന്താണ്? ഇവിടെ എ ജി പാരലൽ ടു ഇ എച്ച് ആണ്. എ ജി ഇ എച്ചിന് പാരലലാണ്. അതുപോലെ ഇ എന്താണ്? മിഡ് പോയിൻ്റ് ഓഫ് എ ബി ആണ്. അങ്ങനെയാണെങ്കിൽ എച്ച് എന്തായിരിക്കും? എച്ച് ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് ബി ജി അല്ലെങ്കിൽ ജി ബി ആയിരിക്കും. മിഡ് പോയിൻ്റ് ഓഫ് ജി ബി. അങ്ങനെയാണെങ്കിൽ എച്ച് ജി ബിയുടെ മിഡ് പോയിൻ്റ് ആണെന്ന് കിട്ടി. ജി എച്ച് ഈക്വൽ ടു എച്ച് ബി ആയിരിക്കത്തില്ലേ? ഇക്വേഷൻ നമ്പർ 2. ആദ്യ ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടി? ഡി ജി ഈക്വൽ ടു ജി എച്ച് എന്ന് കിട്ടി. ഇപ്പം എന്ത് കിട്ടി? ജി എച്ച് ഈക്വൽ ടു എച്ച് ബി എന്ന് കിട്ടി. ഈ രണ്ട് ഇക്വേഷൻ്റെ കമ്പൈൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഡി ജി ഈക്വൽ ടു ജി എച്ച് ഈക്വൽ ടു എച്ച് ബി. എന്താണ്? എ എഫ് എന്നും ഇ സി എന്നും പറയുന്ന രണ്ട് പാരലൽ ലൈൻസ് ബി ഡി എന്നുള്ള ഡയഗണലിലെ 3 ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇനി എൻ്റെ ബി പാർട്ട് എന്താണെന്ന് നോക്കാം. ഇൻ ദി ഫിഗർ പി ക്യു ആർ ദി മിഡ് പോയിൻറ്റ്സ് ഓഫ് ദി സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ എ ബി സി. എ ബി സി എന്നുള്ള ട്രയാങ്കിളിൻ്റെ മിഡ് പോയിൻറ്റ് സൈഡ്സിൻ്റെ മിഡ് പോയിൻറ്റ്സ് ആണ് പിയും ക്യൂവും ആറും. അതുപോലെ എക്സ് വൈ ഇസഡ് ആർ ദി മിഡ് പോയിൻറ്റ്സ് ഓഫ് ദി സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ എ പി ആർ. എ പി ആർ എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ മിഡ് പോയിൻറ്റ്സ് സൈഡ്സിൻ്റെ മിഡ് പോയിൻറ്റ്സ് ആണ് എക്സും വൈയും ഇസഡും. ഏരിയ ഓഫ് ട്രയാങ്കിൾ എക്സ് വൈ ഇസഡ് എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ തന്നിട്ടുണ്ട്. എക്സ് വൈ ഇസഡ് എന്നുള്ള ട്രയാങ്കിളിൻ്റെ ഏരിയ 3 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ എ എക്സ് ഇസഡ് എന്നുള്ള ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. എ പി ക്യു ആർ എന്നുള്ള പാരലലോഗ്രാമിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. അതുപോലെ വലിയ ട്രയാങ്കിൾ ആയിട്ടുള്ള എ ബി സിയുടെ ഏരിയയും കണ്ടുപിടിക്കണം. നോക്കാം. ഇവിടെ എ ബി സിയുടെ സൈഡ്സിൻ്റെ മിഡ് പോയിൻറ്റ്സ് ആണ് പിയും ക്യൂവും ആറും. ഈ പിയും ക്യൂ ആറും കണക്ട് ചെയ്തൊരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ട്രയാങ്കിൾ പി ക്യു ആർ. അതുപോലെ ട്രയാങ്കിൾ സി ആർ ക്യൂ, പിന്നെ ട്രയാങ്കിൾ എ പി ആർ, ട്രയാങ്കിൾ പി ബി ക്യൂ. ഈ 4 ട്രയാങ്കിൾസിൻ്റെയും ഏരിയ എന്തായിരിക്കും? സെയിം ആയിരിക്കും. നമ്മളിതിൻ്റെ പ്രൂഫൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇതേ കേസ് തന്നെ. കാരണം ഇവിടെ മിഡ് പോയിൻറ്റ്സ് കണക്ട് ചെയ്ത് വരച്ചേക്കുന്ന ലൈൻസ് അല്ലേ? മിഡ് പോയിൻറ്റ് കണക്ട് ചെയ്ത് വരച്ചേക്കുന്ന ഒരു ട്രയാങ്കിൾ അല്ലേ? ഈ വലിയ ട്രയാങ്കിളിനെ 4 ചെറിയ ട്രയാങ്കിൾസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഈ 4 ട്രയാങ്കിളിൻ്റെയും ഏരിയ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇതേ കേസ് തന്നെ നമുക്ക് ട്രയാങ്കിൾ എ പി ആറിനും അപ്ലൈ ചെയ്യാം. ഇവിടെ എ പി ആറിൻ്റെ സൈഡ്സിൻ്റെ മിഡ് പോയിൻറ്റ്സ് കണക്ട് ചെയ്ത് ഒരു ട്രയാങ്കിൾ വരച്ചുകൊണ്ട് എക്സ് വൈ ഇസഡ്. ട്രയാങ്കിൾ എ പി ആറിൻ്റെ മിഡ് പോയിൻറ്റ്സ് കണക്ട് ചെയ്ത് വരച്ച ട്രയാങ്കിളാണ് എക്സ് വൈ ഇസഡ്. അതുപോലെ വേറെ എന്തൊക്കെ ട്രയാങ്കിൾ ഉണ്ട്? ട്രയാങ്കിൾ എ എക്സ് ഇസഡ്, അതുപോലെ ട്രയാങ്കിൾ ഇസഡ് വൈ ആർ, ട്രയാങ്കിൾ പി എക്സ് വൈ. ഈ 4 ട്രയാങ്കിളിൻ്റെയും ഏരിയ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നമുക്ക് എ എക്സ് ഇസഡിൻ്റെ ഏരിയ 3 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സ് വൈ ഇസഡിൻ്റെ ഏരിയ എന്ത് തന്നെ ആയിരിക്കും? 3 സ്ക്വയർ സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. എക്സ് വൈ ഇസഡിൻ്റെ ഏരിയ കിട്ടിയല്ലോ, 3 സ്ക്വയർ സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ട്രയാങ്കിൾ എ പി ആറിൻ്റെ ഏരിയ എന്തായിരിക്കും? ഇത് 3 ആണ്, ഇത് 3 ആണ്, ഇത് 3 ആണ്. ഈ 4 ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താണ്? 3 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ എ പി ആറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? 4 × 3, അതായത് 12 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. എ പി ആറിൻ്റെ ഏരിയ 12 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണെങ്കിൽ പി ക്യു ആറിൻ്റെ ഏരിയ എന്തായിരിക്കും? 12 സ്ക്വയർ സെൻറ്റിമീറ്റർ ആയിരിക്കും. സി ആർ ക്യൂ എന്തായിരിക്കും? സി ക്യു ആർ എന്തായിരിക്കും? 12 ആയിരിക്കും. അതുപോലെ പി ബി ക്യൂവിൻ്റെ ഏരിയ എന്ത് തന്നെ ആയിരിക്കും? 12 ആയിരിക്കും. ആ 4 ട്രയാങ്കിളിൻ്റെ ഏരിയ എന്തായിരിക്കും? 12 സ്ക്വയർ സെൻറ്റിമീറ്റർ ആയിരിക്കും. അങ്ങനെയാണ് എ ബി സിയുടെ ഏരിയ നമുക്ക് കണ്ടുപിടിച്ചൂടെ? എ ബി സിയുടെ ഏരിയ എന്തായിരിക്കും? 12 × 4. 4 ട്രയാങ്കിൾസ് അല്ലേ ഉള്ളത്? എത്രയാണ്? 48 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. എ പി ക്യു ആറിൻ്റെ ഏരിയ, അതായത് എ പി ക്യു ആർ എന്നുള്ള പാരലലോഗ്രാമിൻ്റെ ഏരിയ.
APQR എന്നുള്ള പാരലോഗ്രാം ഏതൊക്കെ ട്രയാങ്കിൾസ് വരുന്നുണ്ട്? APR പ്ലസ് PQR അല്ലേ APQRൻ്റെ ഏരിയ വരുന്നത്? APRൻ്റെ ഏരിയ പ്ലസ് PQRൻ്റെ ഏരിയ അല്ലേ? എന്താണ്? ട്രയാങ്കിൾ APRൻ്റെ ഏരിയ പ്ലസ് ട്രയാങ്കിൾ PQRൻ്റെ ഏരിയ എന്ത് വരും? 12 + 12, അതായത് 24 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് വരും. APQRൻ്റെ ഏരിയ 24 സ്ക്വയർ സെൻറ്റിമീറ്റർ, AXZൻ്റെ ഏരിയ 3 സെൻറ്റിമീറ്റർ സ്ക്വയർ, അതുപോലെ ABCയുടെ ഏരിയ എന്താണ്? 48 സെൻറ്റിമീറ്റർ സ്ക്വയർ. 21ാമത്തെ ക്വസ്റ്റ്യൻ, ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് പെരിമീറ്റർ 17 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് സൈഡ്സ് ഇൻ ദ റേഷ്യോ 4:3. 17 സെൻറ്റിമീറ്റർ പെരിമീറ്റർ ഉള്ളൊരു റെക്റ്റാങ്കിൾ വരയ്ക്കണം. സൈഡ്സിൻ്റെ റേഷ്യോ എന്തായിരിക്കണം? 4:3 ആയിരിക്കണം. അതായത് 2 × L + B അല്ലേ 17, അങ്ങനെയാണ് L + B എന്തായിരിക്കും? 17/2 ആയിരിക്കും, 8.5 ആയിരിക്കും. ഈ 8.5 എന്നുള്ള ലൈനിനെ നമ്മൾ എന്ത് ചെയ്യണം? 4:3 എന്നുള്ള റേഷ്യോയിൽ കട്ട് ചെയ്യണം. ആദ്യം എന്ത് ചെയ്യണം? നിങ്ങൾ 8.5 സെൻറ്റിമീറ്റർ ഉള്ള ലൈൻ വരയ്ക്കുക. 4:3 അല്ലേ 7 സെൻറ്റിമീറ്റർ ഉള്ള ലൈൻ വരയ്ക്കുന്നു. 7 സെൻറ്റിമീറ്റർ, അതിനെ 4 എന്നും 3 എന്നും മാർക്ക് ചെയ്യുന്നു. മൂന്നാമത്തെ സൈഡ് ജോയിൻ ചെയ്ത് ട്രയാങ്കിൾ ഫോം ചെയ്യുന്നു. ഈ ഒരു സൈഡിന് പാരലലായിട്ട് ഈ ഒരു പോയിന്റിൽ കൂടെ, നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റിൽ കൂടെ എന്ത് ചെയ്യണം? പാരലൽ ലൈൻ വരയ്ക്കണം. അത് ഈ 8.5നെ കട്ട് ചെയ്തേക്കുന്ന ഏത് റേഷ്യോയിലാണ്? 4:3 ആണ്. ഇനി നിങ്ങൾക്ക് റെക്റ്റാങ്കിൾ വരയ്ക്കാൻ അറിയാമല്ലോ. ഇത് ബേസ് ആയിട്ട് നിർത്തിക്കൊണ്ട് 90 ഡിഗ്രി താഴോട്ട് വരയ്ക്കുക. ഈ ഒരു സൈഡ് കോമ്പസിലെടുത്ത് ആർക്ക് കട്ട് ചെയ്യുക. ഇവിടെ അതുപോലെ 90 ഡിഗ്രി താഴോട്ട് വരയ്ക്കുക. ഈ സൈഡ് കോമ്പസിലെടുത്ത് ആർക്ക് കട്ട് ചെയ്യുക. ആ 2 പോയിൻറ്റ്സ് ജോയിൻ ചെയ്യുക. ഇപ്പോൾ കിട്ടുന്ന എന്തായിരിക്കും? ഒരു റെക്റ്റാങ്കിൾ ആയിരിക്കും. അതിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ 4:3 ആയിരിക്കും. അതുപോലെ പെരിമീറ്റർ എന്തായിരിക്കും? 17 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ട്രയാങ്കിൾസ് ആർ ഡ്രോൺ ആസ് സീൻ ഇൻ ദി ഫിഗർ. ഫിഗർ കണ്ടല്ലോ, നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ളൊരു ഫിഗറാണിത്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദി ഹൈപ്പർന്യൂസ് ഓഫ് ദി സ്മോളസ്റ്റ് റൈറ്റ് ട്രയാങ്കിൾ? ഏറ്റവും ചെറിയ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പർന്യൂസിൻ്റെ ലെങ്ത് എന്താണ്? കർണത്തിൻ്റെ ലെങ്ത് എന്താണ്? ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ദി 4th റൈറ്റ് ട്രയാങ്കിൾ. 4ാമത്തെ റൈറ്റ് ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കുക. ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. കണ്ടിന്യൂയിങ് ലൈക്ക് ദിസ്, ഹൗ മച്ച് മോർ വുഡ് ബി ദി പെരിമീറ്റർ ഓഫ് 6th ട്രയാങ്കിൾ ദാൻ ദാറ്റ് ഓഫ് ദി 5th? ഇതുപോലെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ നമുക്ക് കുറേ റൈറ്റ് ട്രയാങ്കിൾസ് വരയ്ക്കാമല്ലോ. അങ്ങനെ വരയ്ക്കുന്ന 6ാമത്തെ റൈറ്റ് ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ 5ാമത്തെ റൈറ്റ് ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററിനേക്കാളും എത്ര കൂടുതലാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഏറ്റവും ചെറിയ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പർന്യൂസ് എന്താണെന്നല്ലേ? ഇവിടെ 1 ആണ്. എന്തായിരിക്കും ഹൈപ്പർന്യൂസ്? √(1² + 1²), അതായത് √2 ആയിരിക്കത്തില്ലേ? അതുപോലെ അടുത്ത റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പർന്യൂസ് എന്തായിരിക്കും? ഇവിടെ √2 ആണ്, 1 ആണ്. ഇതെന്താണ്? √3 ആണ്. നിങ്ങളിത് ഒരുപാട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. അടുത്ത എന്തായിരിക്കും? √4 ആയിരിക്കും. അടുത്ത എന്തായിരിക്കും? √5 ആയിരിക്കും. ഈ ഒരു പാറ്റേണിലാണ് ഫോളോ ചെയ്ത് പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായിരുന്നു? സ്മോളസ്റ്റ് റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പർന്യൂസ് എന്തായിരിക്കും? √2 ആയിരിക്കും. ഇനി 4th റൈറ്റ് ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ ഏതൊക്കെയാണ് സൈഡ്സ്? √4, 1, √5. അതായത് √4 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 + 1, 3 + √5. ഇതാണ് പെരിമീറ്റർ. 4ാമത്തെ റൈറ്റ് ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ 3 + √5 ആണ്. ഇനി 5ാമത്തെ റൈറ്റ് ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എന്തായിരിക്കും? 5th റൈറ്റ് ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് √5 + 1 + √6. 6th റൈറ്റ് ട്രയാങ്കിളിൻ്റെയോ? √6 + 1 + √7. ഇനി എന്ത് ചെയ്യണം? 6th പെരിമീറ്റർ 5th പെരിമീറ്ററിനേക്കാളും എത്ര വലുതാണെന്നല്ലേ ചോദിച്ചേക്കുന്നത്? 6th പെരിമീറ്ററിൽ നിന്ന് എന്ത് ചെയ്യണം? 5th പെരിമീറ്റർ മൈനസ് ചെയ്യണം. √6 + 1 + √7 മൈനസ് √5 + 1 + √6. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? √6 + 1 + √7 മൈനസ് √5 മൈനസ് 1 മൈനസ് √6. 1 കട്ടായി പോയി, √6 കട്ടായി പോയി. ബാക്കി എന്ത് വരും? √7 മൈനസ് √5. എത്ര കൂടുതലാണ്? √7 മൈനസ് √5. 23ാമത്തെ ക്വസ്റ്റ്യൻ, അതൊരു ഏജ് പ്രോബ്ലമാണ്. ഇതിന് ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ അതേ മോഡൽ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചേക്കുന്നത്. 2 years ago, father's age was 6 times the age of son.
After 2 years, this would become 4 times. What are their ages now? സണ്ണിൻ്റെ ഏജ് ഇപ്പോഴത്തെ ഏജ് എക്സ് എന്നും ഫാദറിൻ്റെ ഇപ്പോഴത്തെ ഏജ് ഞാൻ വൈ എന്നും എടുത്തു. 2 years എഗോ എന്തായിരിക്കും? സണ്ണിൻ്റെ ഏജ് എക്സ് -2 ആയിരിക്കും. 2 വയസ്സ് കുറവായിരിക്കത്തില്ലേ? ഫാദറിൻ്റെ ഏജ് എന്തായിരിക്കും? y -2 ആയിരിക്കും. ആഫ്റ്റർ 2 years എന്തായിരിക്കും? സണ്ണിൻ്റെ ഏജ് x+2 ആയിരിക്കും. ഫാദറിൻ്റെ ഏജ് എന്തായിരിക്കും? y+2 ആയിരിക്കും. എന്ത് ക്വസ്റ്റിന് തന്നിരിക്കുന്ന ക്ലൂ? 2 years എഗോ 2 വർഷം മുമ്പ് ഫാദറിൻ്റെ ഏജ് എന്തായിരുന്നു? സണ്ണിൻ്റെ ഏജിൻ്റെ 6 മടങ്ങായിരുന്നു. അതായത് y -2. 2 വർഷം മുമ്പ് ഫാദറിൻ്റെ ഏജ് y -2 അല്ലേ? അന്നേരത്തെ സണ്ണിൻ്റെ ഏജ് എന്താ? 2 വർഷം മുമ്പുള്ള സണ്ണിൻ്റെ ഏജ് എന്താ? x -2. ഫാദറിൻ്റെ ഏജ് സണ്ണിൻ്റെ ഏജിൻ്റെ 6 മടങ്ങായിരുന്നു. അതായത് 6 × x -2. y -2 = 6x - 12 എന്ന് കിട്ടും. അതായത് 6x - y = 10. ഇത് ഫസ്റ്റ് ഇക്വേഷനായിട്ട് കൊടുക്കാം. അടുത്ത ക്ലൂ എന്താണ്? ആഫ്റ്റർ 2 years it would become 4 times. 2 വർഷം കഴിഞ്ഞ് ഫാദറിൻ്റെ ഏജ് എന്താവും? സണ്ണിൻ്റെ ഏജിൻ്റെ 4 times ആകും. അതായത് y+2 = 4 × x+2. y+2 = 4x + 8 എന്ന് കിട്ടും. അതായത് 4x - y = -6. ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ. 2 ഇക്വേഷനിൽ എന്തുണ്ട്? -y ഉണ്ട്. ഈ 2 ഇക്വേഷൻ എന്ത് ചെയ്താൽ ആദ്യം നേരം മൈനസ് ചെയ്താൽ മതി. ഒന്നുകൂടെ എഴുതാം നമുക്ക്. -4x - y = -6. 10 - -6 എന്നുള്ള എന്തായി? 10 + 6 അതായത് 16 ആയി. -y ക്യാൻസൽ ആയി പോവും. 6x - 4x എന്നുള്ള എന്ത് കിട്ടും? 2x എന്ന് കിട്ടും. എക്സിൻ്റെ വാല്യൂ 16/2 അതായത് 8 ആണ്. ഇനി ഇത് ഏതൊരു ഇക്വേഷൻ ഇട്ട് കൊടുക്കാം? 6x - y എന്താണ്? 10 ആണ്. അതായത് 6x - 10 എന്നുള്ള എന്താണ്? y ആണ്. 6x എന്ത് വരും? 6 × 8 48. 48 - 10 ആണ് y. അതായത് 38. ഫാദറിൻ്റെ വയസ്സ് 38ഉം സണ്ണിൻ്റെ വയസ്സ് എന്താണ്? 8ഉം ആണ്. ഇപ്പോഴത്തെ വയസ്സാണേ 8ഉം 38ഉം. 5ാമത്തെ ക്വസ്റ്റ്യൻ, 25ാമത്തെ ക്വസ്റ്റിന് ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദി ഫിഗർ ABC ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ. ABC എന്താണ്? ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ED ഈസ് ദി പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം ദി മിഡ് പോയിന്റ് ഓഫ് BC ടു AB. ED എന്നുള്ള എന്താണ്? ED എന്ന് പറയുന്നത് ഒരു പെർപെൻഡിക്കുലർ ആണ്. എന്ന് ABയിലോട്ട് വരച്ചിരിക്കുന്ന പെർപെൻഡിക്കുലർ. എന്താണ്? BCയുടെ മിഡ് പോയിന്റ് ആണ്. പ്രൂവ് ദാറ്റ് ED ഈസ് ഹാഫ് ഓഫ് CA. ED എന്ന് പറയുന്നത് CAയുടെ ഹാഫ് ആണെന്ന് പ്രൂവ് ചെയ്യുക. അതുപോലെ CE = BE എന്ന് പ്രൂവ് ചെയ്യുക. അതുപോലെ 3ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? പ്രൂവ് ദാറ്റ് ദി സർക്കം സെൻറ്റർ ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് ദി ഹൈപ്പർന്യൂസ്. റൈറ്റ് ട്രയാങ്കിളിൻ്റെ സർക്കം സെൻറ്റർ എന്ന് പറയുന്നത് ഹൈപ്പർന്യൂസിൻ്റെ മിഡ് പോയിന്റ് ആണെന്ന് പ്രൂവ് ചെയ്യുക. ഇവിടെ അല്ലേ ഹൈപ്പർന്യൂസിൻ്റെ മിഡ് പോയിന്റ്? ആണ് ഈ ഒരു ട്രയാങ്കിളിൻ്റെ സർക്കം സെൻറ്റർ എന്ന് പ്രൂവ് ചെയ്താൽ മതി. അതായത് ഇയിൽ നിന്ന് 3 വെർട്ടെക്സിലോട്ടും എയിലോട്ടും ബിയിലോട്ടും സിയിലോട്ടുള്ള ഡിസ്റ്റൻസ് സെയിം ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ED ഈസ് ഹാഫ് ഓഫ് CA എന്നല്ലേ പ്രൂവ് ചെയ്യേണ്ടത്? ACയും EDയും എന്താണ്? പെർപെൻഡിക്കുലേഴ്സ് ടു AB. ABയിലോട്ടുള്ള പെർപെൻഡിക്കുലേഴ്സ് ആണ് ACയും EDയും. അതുകൊണ്ട് ACയും ED എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. അതുപോലെ ഈസ് ദി മിഡ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈസ് മിഡ് പോയിന്റ് ഓഫ് BC. BCയുടെ മിഡ് പോയിന്റുമാണ്. ACയും EDയും പാരലലുമാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്? D ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് AB ആയിരിക്കത്തില്ലേ? നമ്മൾ വേറെ തിയറം പഠിച്ചിട്ടില്ലേ? 2 സൈഡ്സിൻ്റെ മിഡ് പോയിന്റ് കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈൻ 3ാമത്തെ സൈഡിന് പാരലലും ആയിരിക്കും. അതുപോലെ 3ാമത്തെ സൈഡിൻ്റെ ഹാഫ് ലെങ്ത്തും ആയിരിക്കും. ഡയറക്റ്റ് കിട്ടിയില്ലേ? ED എന്താണ്? CAയുടെ ഹാഫാണ്, അല്ലെങ്കിൽ ACയുടെ ഹാഫാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രൂവ്ഡായി. ഇനി പ്രൂവ് ദാറ്റ് CE = BE. എന്താണ്? മിഡ് പോയിന്റ് ഓഫ് BC ആണ്. അങ്ങനെയാണ് ഡയറക്റ്റ് എന്ത് പറയും? CE = BE എന്ന് പറഞ്ഞുകൂടെ? അത് മിഡ് പോയിന്റ് അല്ലേ? അതായത് 2 ലെങ്ത്തും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇനി CE = BE കിട്ടി. നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഇനി സർക്കം സെൻറ്റർ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടേ? ED എന്താണ്? പെർപെൻഡിക്കുലർ ടു AB ആണ്. അതുപോലെ D എന്താണ്? ABയുടെ മിഡ് പോയിന്റ് ആണ്. അത് ED എന്താവും? പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് AB ആണ് അല്ലേ?
കാരണം അതിൻ്റെ മിഡ് പോയിന്റിലോട്ടുള്ള പെർപെൻഡിക്കുലർ അല്ലേ ഇ ഡി എന്ന് പറയുന്നത്. അന്നേരം ഇ ഡി എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ ലൈൻ എ ബിയെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അത് ഇ ഡി എന്താണ്? പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് എ ബി ആണ്. ഇനി നമുക്കറിയാം ഒരു ലൈൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറിലെ ഏതൊരു പോയിൻ്റ് എടുത്താലും ആ പോയിന്റിൽ നിന്ന് ഈ ലൈൻ്റെ രണ്ട് എൻ പോയിന്റിലോട്ടുമുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇ എന്ന് പറഞ്ഞ ഈ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടറിലെ പോയിന്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്ന് എയിലോട്ടുള്ള ലെങ്ത്തും അതായത് എ ഇയും ഇന്ന് ബിയിലോട്ടുള്ള ലെങ്ത്ത് അതായത് ബി ഇയും എന്തായിരിക്കും? സെയിം ആയിരിക്കും. നമുക്ക് നേരത്തെ കിട്ടി എന്താ? സി ഇ ഈക്വൽ ടു ബി എന്ന് കിട്ടി. ഇപ്പം എ ഇ ഈക്വൽ ടു ബി എന്ന് കിട്ടി. അല്ല എ ഇയും ബി ഇയും സി ഇയും എന്താണ്? ഈക്വലാണ്. സി ഇന്ന് 3 വെർട്ടെക്സിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്താണ്? സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഇ ആണെന്ത്? ഈ ഒരു ട്രയാങ്കിളിൻ്റെ സർക്കം സെൻറ്റർ. ഹൈപ്പർന്യൂസിൻ്റെ മിഡ് പോയിൻ്റ് ആണ് റൈറ്റ് ട്രയാങ്കിളിൻ്റെ സർക്കം സെൻറ്റർ. ഇനി അതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ഫിഗർ എ ക്യു ആൻഡ് ബി പി ആർ ദ മീഡിയൻസ് ഓഫ് ട്രയാങ്കിൾ എ ബി സി. എ ബി സിയുടെ മീഡിയൻസ് ആണ് എ ക്യുവും ബി പിയും. എസ് ആൻഡ് ആർ ദി മിഡ് പോയിൻറ്റ്സ് ഓഫ് എ ജി ആൻഡ് ബി ജി. എ ജിയുടെയും ബി ജിയുടെയും മിഡ് പോയിൻറ്റ്സ് ആണ് എസ്സും ആറും. എ ബി ഈക്വൽ ടു 24 സെൻറ്റിമീറ്റർ ആണ്. എ ബിയുടെ ലെങ്ത്തും തന്നിട്ടുണ്ട് 24 സെൻറ്റിമീറ്റർ. അതിനാണ് എ ജി ഈസ്റ്റ് ജി ക്യു കണ്ടുപിടിക്കണം. പി ക്യുവിൻ്റെ എസ് ആറിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കണം. പി ക്യു ആർ എസ് ഒരു പാരലലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണം. നോക്കാം. എ ക്യുവും ബി പി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? എ ബി സിയുടെ മീഡിയൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് മീഡിയൻസ്? ട്രയാങ്കിളിൻ്റെ വെർട്ടെക്സ് എന്ന ഓപ്പോസിറ്റ് സൈഡ്സിൻ്റെ മിഡ് പോയിൻറ്റിലോട്ടുള്ള ലൈനാണ് മീഡിയൻസ്. അതുപോലെ മീഡിയൻസ് മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ഇവിടെ ജി. ഈ പോയിൻ്റ് മീഡിയനെ 2:1 എന്നുള്ള റേഷ്യോയിലായിരിക്കും കട്ട് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ എ ജി ഈസ്റ്റു ജി ക്യു എന്തായിരിക്കും? 2:1 ആയിരിക്കും. ഇനി പി ക്യുവിൻ്റെ എസ് ആറിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ട്രയാങ്കിൾ എ ജി ബി കൺസിഡർ ചെയ്യുവാണ്. ട്രയാങ്കിൾ എ ജി ബി കൺസിഡർ ചെയ്യുമ്പം എസ്സും ആറും എന്താണ്? എ ജിയുടെയും ജി ബിയുടെയും മിഡ് പോയിൻറ്റ്സ് ആണ്. അതായത് എസ് ആർ എന്ന് പറയുന്നത് ഈ രണ്ട് സൈഡ്സിനെ മിഡ് പോയിൻറ്റ് കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈൻ അല്ലേ? ഈ ലൈൻ എന്താണ്? എ ബി എന്ന് പറയുന്നത് അതായത് ഈ ട്രയാങ്കിളിൻ്റെ മൂന്നാമത്തെ ലൈന് പാരലലും ആയിരിക്കും. ഈ ലൈൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? മൂന്നാമത്തെ ലൈൻ്റെ ലെങ്ത്തിൻ്റെ പകുതിയായിരിക്കും. അങ്ങനെയാണ് എസ് ആർ ഈക്വൽ ടു എന്തെന്ന് കിട്ടി? AB/2 അതായത് 24/2 12 സെൻറ്റിമീറ്ററിന് കിട്ടും. ഇനി ഞാൻ അടുത്ത ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുവാണ്. ട്രയാങ്കിൾ എ ബി സി വലിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഇവിടെ പിയും ക്യൂവും എന്താണ്? എ സിയുടെയും ബി സിയുടെയും മിഡ് പോയിൻറ്റ്സ് ആണ് അല്ലേ? എ ക്യൂവും ബി പിയും എന്താണ്? മീഡിയൻസ് അല്ലേ? മീഡിയൻസ് എന്ന് പറയുന്നത് എന്താ? ഒരു വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡ് പോയിൻറ്റിലോട്ടുള്ള ലൈനാണ്. അങ്ങനെ നോക്കുമ്പോൾ എന്താണ്? പിയും ക്യൂവും എന്താണ്? ഈ രണ്ട് സൈഡ്സിൻ്റെയും മിഡ് പോയിൻറ്റ്സ് ആണ്. ഈ മിഡ് പോയിൻറ്റ്സ് കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈൻ മൂന്നാമത്തെ സൈഡിൻ്റെ പാരലലുമാണ്. ലെങ്ത്ത് എന്തായിരിക്കും? മൂന്നാമത്തെ സൈഡിൻ്റെ ഹാഫ് ലെങ്ത്തും ആയിരിക്കും. ഇവിടെ മൂന്നാമത്തെ സൈഡ് ഏതാ? എ ബി അല്ലേ? അത് പി ക്യൂവിൻ്റെ ലെങ്ത്തും എന്ത് തന്നെ ആയിരിക്കും? 24/2 അതായത് 12 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും. പി ക്യൂവിൻ്റെ എസ് ആറിൻ്റെ ലെങ്ത്ത് എന്താണ്? 24 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഇതൊരു പാരലലോഗ്രാം, പി ക്യു ആർ എസ് ഒരു പാരലലോഗ്രാം ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. രണ്ട് സൈഡ്സ് ഓപ്പോസിറ്റ് സൈഡ്സ് എന്താണെന്ന് കിട്ടി? ഈക്വൽ ആണെന്ന് കിട്ടി. ഇനി ഈ രണ്ട് സൈഡ്സ് പാരലൽ ആണെന്നും കൂടെ പ്രൂവ് ചെയ്താൽ പോരെ? നമുക്കറിയാം പി ക്യു പാരലൽ ടു എ ബി ആണ്. അതുപോലെ എസ് ആറും എന്താണ്? പാരലൽ ടു എ ബി ആണ്. ഇത് രണ്ടും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? പി ക്യു പാരലൽ ടു എസ് ആർ അല്ലേ? പി ക്യു പാരലൽ ടു എസ് ആർ ആണ്. അതുപോലെ പി ക്യു ഈക്വൽ ടു എസ് ആർ ആണ്. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലുമാണ് പാരലലുമാണ്. അങ്ങനെയാണ് പി ക്യു ആർ എസ് എന്തായി? ഒരു പാരലലോഗ്രാമായി. താറാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന് ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദി പ്രോഡക്റ്റ് ഓഫ് ദി ലാർജർ ഓഫ് 2 numbers ഇൻക്രീസ്ഡ് ബൈ 1 ആൻഡ് ദി സ്മോളർ ഡിക്രീസ്ഡ് ബൈ 1 ഈസ് 112. ദി പ്രോഡക്റ്റ് ഓഫ് ദി ലാർജർ ഡിക്രീസ്ഡ് ബൈ 1 and the smaller increased by 1 is 120. What is the product of numbers? What is their difference? രണ്ട് നമ്പേഴ്സ് എക്സ് എന്നും വൈ എന്നും എടുക്കാം. ഇതിൽ ലാർജർ നമ്പർ എക്സ് എന്നും സ്മോളർ നമ്പർ ഞാൻ വൈ എന്നും എടുത്തു. എന്തു പറഞ്ഞേക്കുന്നേ? ലാർജർ നമ്പർ ഇൻക്രീസ്ഡ് ബൈ 1 അതായത് എക്സ് പ്ലസ് 1, സ്മോളർ നമ്പർ ഡിക്രീസ്ഡ് ബൈ 1 വൈ മൈനസ് 1. ഇതിൻ്റെ പ്രോഡക്റ്റ് എന്താണ്? 112 ആണ്. എന്തുവരും പ്രോഡക്റ്റ്? എക്സ് വൈ മൈനസ് എക്സ് പ്ലസ് വൈ മൈനസ് 1 ആണെന്ത്? 112. അറേഞ്ച് ചെയ്ത് എഴുതിക്കൂടെ? എക്സ് വൈ മൈനസ് എക്സ് മൈനസ് വൈ മൈനസ് 1
ഈക്വൽ 112. ഇനി അടുത്ത് എന്ത് പറഞ്ഞിട്ടുള്ളത്? ലാർജർ നമ്പർ 1 ഡിക്രീസ് ചെയ്തു, സ്മോളർ നമ്പർ 1 ഇൻക്രീസ് ചെയ്തു. അതിൻ്റെ പ്രോഡക്റ്റ് എത്ര? 120. അതായത് എക്സ് വൈ പ്ലസ് എക്സ് മൈനസ് വൈ മൈനസ് 1 ആണ് 120. ഇനി നമുക്ക് വേണ്ടത് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ്, ഒറിജിനൽ നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ്, അതായത് എക്സിൻ്റെയും വൈയുടെയും പ്രോഡക്റ്റ് ആയത് എക്സ് വൈ. പിന്നെ ഈ രണ്ട് നമ്പേഴ്സിൻ്റെ ഡിഫറൻസ്, അതായത് എക്സ് മൈനസ് വൈ, എക്സ് വൈയും എക്സ് മൈനസ് വൈയും നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം നമ്മുടെ കയ്യിലുണ്ട്. ഈ രണ്ട് ഇക്വേഷൻസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് മൈനസ് വൈ കിട്ടും. ഈ രണ്ട് ഇക്വേഷൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് വൈയും കിട്ടും. നോക്കാം. ഫസ്റ്റ് ഇക്വേഷനോട് എടുത്ത് എഴുതുവാണ്. ഈ രണ്ട് ഇക്വേഷൻ നമുക്കൊന്ന് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ 232 കിട്ടും. -1 എന്താണ്? -2. എക്സ് മൈനസ് വൈ മൈനസ് എക്സ് മൈനസ് വൈ എന്തായി? 0 ആയിപ്പോയി. എക്സ് വൈ പ്ലസ് എക്സ് വൈ 2xy. 2xy മൈനസ് 2 ആണെന്ത്? 232. അല്ലെ 2xy എന്തായിരിക്കും? 232 പ്ലസ് 2. എക്സ് വൈ ഈക്വൽ ടു 234/2 എന്ന് കിട്ടും. 234/2 എന്ത് വരും? 117 എന്ന് ആൻസർ വരും. എക്സ് വൈ എന്താണ്? ഈ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എന്താണ്? 117 ആണ്. ഇനി ഈ രണ്ട് ഇക്വേഷൻസ് നമുക്ക് മൈനസ് ചെയ്ത് നോക്കാം. 120 മൈനസ് 112 എന്തായിരിക്കും കിട്ടുന്നത്? 8 ഈക്വൽ ടു -1 മൈനസ് എന്തായി? പ്ലസ് ആവും. -1 + 1 എന്നുള്ളത് എന്തായി? 0 ആയിപ്പോയി. ഇവിടെ എക്സ് മൈനസ് വൈ പ്ലസ് എക്സ് മൈനസ് വൈ എന്ന് വരും. 2 × എക്സ് മൈനസ് വൈ. ഇവിടെ എക്സ് വൈ മൈനസ് എക്സ് വൈ 0. 2 × എക്സ് മൈനസ് വൈ ആണെന്ത്? 8. 2 × എക്സ് മൈനസ് വൈ 8 ആണ്. അങ്ങനെയാണ് എക്സ് മൈനസ് വൈ എന്തായിരിക്കും? 8/2, അതായത് 4 ആയിരിക്കും. രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എക്സ് വൈ എന്നുള്ളത് 117 എന്നും കിട്ടി. അതിൻ്റെ ഡിഫറൻസ് എക്സ് മൈനസ് വൈ എന്തെന്ന് കിട്ടി? 4 എന്നും കിട്ടി. ഇനി എൻ്റെ ബി ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ദി പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് ഈസ് 4 മോർ ദാൻ ദി പ്രോഡക്റ്റ് ഓഫ് ലാർജർ 1 ഈസ് ഇൻക്രീസ്ഡ് ബൈ 1 ആൻഡ് സ്മോളർ ഡിക്രീസ്ഡ് ബൈ 1. ഫൈൻഡ് ദി ഡിഫറൻസ് ഓഫ് ദി നമ്പേഴ്സ്. ഹൗ മച്ച് വിൽ ബി increase in the product of larger is decreased by 1 and the smaller is increased by 1. ലാർജർ നമ്പർ എക്സ് എന്നും സ്മോളർ നമ്പർ വൈ എന്നും എടുക്കാം. ഈ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എന്താണ്? എക്സ് വൈ ആണ്. ഇനി എന്ത് പറഞ്ഞിട്ടുള്ളത്? ദി പ്രോഡക്റ്റ് ഓഫ് ലാർജർ 1 ഇൻക്രീസ്ഡ് ബൈ 1. ലാർജർ നമ്പർ ഇൻക്രീസ്ഡ് ബൈ 1, അതുപോലെ സ്മോളർ നമ്പർ ഡിക്രീസ്ഡ് ബൈ 1. ഇതിൻ്റെ പ്രോഡക്റ്റ്, ഈ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് നമ്മൾ നേരത്തെ ചെയ്തായിരുന്നു. എന്തുമായിരുന്നു? എക്സ് വൈ മൈനസ് എക്സ് പ്ലസ് വൈ മൈനസ് 1. ഈ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റിനേക്കാളും 4 കൂടുതലാണ് എക്സ് വൈക്ക്. അതല്ലേ പറഞ്ഞേക്കുന്നേ? പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് ഈസ് 4 മോർ ദാൻ ദി പ്രോഡക്റ്റ് ഓഫ് ദി ലാർജർ ഓഫ് ദി നമ്പേഴ്സ് ഇൻക്രീസ്ഡ് ബൈ 1 ആൻഡ് സ്മോളർ ഡിക്രീസ്ഡ് ബൈ 1. അതായത് എക്സ് വൈയിൽ നിന്നും ഇത് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 4 കിട്ടണം. എക്സ് വൈ മൈനസ് എക്സ് വൈ പ്ലസ് എക്സ് മൈനസ് വൈ പ്ലസ് 1 ആണെന്ത്? 4. എക്സ് വൈയും കട്ട് ചെയ്ത് പോകും. ബാക്കി എക്സ് മൈനസ് വൈ പ്ലസ് 1 ഈക്വൽ ടു 4. അതായത് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 4 മൈനസ് 1 3. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫൈൻഡ് ഡിഫറൻസ് ഓഫ് ദീസ് നമ്പേഴ്സ് അല്ലേ? രണ്ടിൻ്റെ ഡിഫറൻസ് എന്താണ്? 3 ആണ്. അടുത്ത എന്താ ചോദിച്ചേക്കുന്നത്? ഹൗ മച്ച് വിൽ ബി ഇൻക്രീസ്. ഇപ്പം ലാർജർ നമ്പർ 1 ഡിക്രീസ് ചെയ്തു, സ്മോളർ നമ്പർ 1 ഇൻക്രീസ് ചെയ്തു. അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒറിജിനൽ നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റിനേക്കാളും എത്ര കൂടുതലാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അത് നമുക്ക് അതിൻ്റെ പ്രോഡക്റ്റ് കണ്ടുപിടിച്ചിട്ട് എക്സ് വൈ എന്ത് ചെയ്യണം? അതിൽ നിന്ന് മൈനസ് ചെയ്യണം. നമ്പർ ഡിക്രീസ്ഡ് ബൈ 1 ആൻഡ് സ്മോളർ നമ്പർ ഇൻക്രീസ്ഡ് ബൈ 1. എന്തായിരിക്കും പ്രോഡക്റ്റ്? എക്സ് വൈ പ്ലസ് എക്സ് മൈനസ് വൈ മൈനസ് 1. ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? എക്സ് വൈ മൈനസ് ചെയ്യണം അല്ലേ? എന്ത് കിട്ടും? എക്സ് വൈയും ക്യാൻസലായി പോയി. ബാക്കി എന്തുണ്ട്? എക്സ് മൈനസ് വൈ മൈനസ് 1, അതായത് 3 മൈനസ് 1. എക്സ് മൈനസ് 1 വൈ എന്താ? 3 അല്ലേ? 3 മൈനസ് 1 ഈക്വൽ ടു 2. അത് എത്ര കൂടുതലുണ്ട്? എക്സ് വൈയേക്കാളും 2 കൂടുതലുണ്ട്.